girlfriend, oh mainu candy na 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 na. Tera boyfriend, oh meri girlfriend, oh mainu candy na na na. Teri jaal meri gaal tu sun le. Hey duniya wale se teri girlfriend, lakhna teri ko main husband man. എന്താണ് നീ കാര്യമായിട്ട് കാര്യം പറയണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചേ? അത് വേറൊന്നുമല്ല. അത് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അടുത്തായിട്ടൊരു ബെറി സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്തൊന്നല്ല, കുറച്ചായി ബെറി സ്റ്റോർ ഓപ്പൺ ആയിട്ട്. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സാണ്, ലൈക്ക് ഒരു മിനി മോള് പോലെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്? അവിടെയുള്ള ഷോപ്പുകൾ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാൽ. എന്തായിരുന്നു ആ ഷോപ്പിൻ്റെ പേര്? സ്ട്രോബെറീസ് ആർ ഇൻ ലവോ? അതെന്താ അങ്ങനെ ഒരു പേര്? അതന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് വ്യത്യസ്തത എന്നവർ പറയുന്നത്. കാരണം എല്ലാ ഷോപ്പിലും വെച്ചിട്ട് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ലൈക്ക് ഒരു കേക്ക് ഷോപ്പ്, പല ടൈപ്പ് ഓഫ് ബെറി ഐറ്റംസ് അവിടെ കിട്ടും. സോ ഇതിനൊരു തോട്ടൊക്കെ ഉണ്ട്, കുറച്ച് വലിയ തോട്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, നീ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. സോ നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോയാലോ എന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി വൈ നോട്ട്? ഞാൻ എന്തായാലും ഫ്രീ ആണ്, നമുക്ക് എന്തായാലും വേണ്ടില്ല, പോവാം. ഓക്കെ. എടാ, ഇത് എത്താനായോ? ആ കാണുന്ന നെക്സ്റ്റ് ലെഫ്റ്റ് കയറിയിട്ട് സെക്കൻഡ് കാണുന്ന സ്റ്റോർ ആയിരിക്കും. ഓക്കെ. ഈ ഷോപ്പ് ഭയങ്കര ക്യൂട്ടാണല്ലോടാ. അതാ ഞാൻ പറഞ്ഞ, ലൈക്ക് എ കോസി ഫീൽ അല്ലേ? അതന്നെ. ഇവിടെ ഇരിക്കാം. എക്സ്ക്യൂസ് മീ. യെസ് സർ, എന്താണ് വേണ്ടത്? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇല്ലേ, ട്വിങ്കിൾസ് സ്ട്രോബെറി റെഡ് ചീസി എന്ന് പറഞ്ഞിട്ട്, അത് രണ്ടെണ്ണം. ഓക്കെ. പിന്നെ എനിക്കൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഓക്കെ, ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഒരു ബട്ടർ ജ്യൂസും മതി. ഓക്കെ. പിന്നെ ഈ കേക്കിനും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുപോലെ ആ തോട്ടിനും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നൊക്കെ കേട്ടു. അതെന്തോ സംഭവം? അതിവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് നിങ്ങൾ ആ തോട്ടിനെ പറ്റി അറിയണം. ആ തോട്ട് നിങ്ങളവിടെ പോയി ഒന്ന് വായിച്ചു നോക്കും, then you got the meaning. പിന്നെ ആ കേക്കിനെ പറ്റിയുള്ളത് അത് നിങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ കയറിയപ്പോൾ മുതൽ കുറച്ച് ഡിഫിക്കൽട്ട് ഫീലാണ് കിട്ടിയത്. ലൈക്ക് സോ കോസി. ഐ തിങ്ക് നിങ്ങളുടെ ഈ കഫേയുടെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, നിങ്ങളവിടെ ഇരിക്കുക. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എടുക്കും. കുഴപ്പമുണ്ടോ സാർ? ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എടാ വാ, നമുക്ക് ആ തോട്ടം എന്താണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, എന്നാൽ ഞാൻ വായിക്കാം. വേണ്ട, നീ വികാരവും വിചാരവും ഒന്നും ഇല്ലാത്തൊരു ജന്തു. അതുകൊണ്ട് തന്നെ നീ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ആ വികാരത്തിനൊത്ത് കിട്ടത്തില്ല. സോ ഈ ജിമ്മൻ വായിക്കും, നീ കേട്ട് നോക്ക്. ഓക്കെ ഓക്കെ. Strawberries are soulful, right? When you eat it with full of love, then it feels like they are the most sweetest fruit you ever had it. Sometimes human love also like that. If you want to feel the love like a hell, then it feels like it's an adorable fantasy ever. By Twinkle. Quite interesting, right? Yep. എനിക്ക് തോന്നുന്നു ഈ കോട്ടനും അതുപോലെ നമ്മൾ ഓർഡർ ചെയ്ത ആ കേക്കിനും ജസ്റ്റ് സിംബലൈസ് ചെയ്തിട്ടുള്ളൊരു നെയിമാണെന്ന് തോന്നുന്നു ഈ ട്വിങ്കിൾ. സംതിങ് എന്തോ ഫീലേ. ചിലപ്പോൾ ഈ ഒരു ട്വിങ്കിൾ എന്നുള്ള പേരിലൊരാളുണ്ടാവാം, ഓർ
എന്തെങ്കിലും ഒരു ഫാക്ട് കാണാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു സ്വന്തം സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ആ ബോയ് പറഞ്ഞത്. യാ, എനിക്കും തോന്നി. നമുക്ക് നോക്കാം. ശരിയാട്ടോടാ, സ്ട്രോബെറീസിനൊന്നും വല്ലാത്ത പുളിപ്പായിരിക്കും. പക്ഷേ ഉണ്ടല്ല, അത് നമ്മൾ ഇഷ്ടത്തോടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സ്വീറ്റായിട്ടുള്ളൊരു ഫ്രൂട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നും. അതുപോലെ തന്നെയാണ് മനുഷ്യ സ്നേഹവും. ലൈക്ക് ലവ് എന്തെന്ന് മനസ്സിലാക്കി ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായത് ആ പ്രണയമായിരിക്കും. ഓ മൈ ഗോഡ്, എഹാനെ, നീ തന്നെയാണോ ഇത് പറയുന്നേ? എടാ, ഐ ആം ഓൾസോ എ ഹ്യൂമൻ യാർ. ഞാനൊരു മനുഷ്യനാ. സോ ഐ ഓൾസോ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു ടേസ്റ്റ് ദാറ്റ് ലവ്, യു നോ. പിന്നെ ശരിയാ, എനിക്ക് ഇപ്പം ലവിലൊന്നും താല്പര്യമില്ലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ജീവിതകാലം മൊത്തം ഞാനിങ്ങനെ നടക്കാമെന്നില്ല. ഒരു ടൈം ആകുമ്പം ശരിയാ, നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരും. സോ അങ്ങനെ ഒരാൾ, എനിക്ക് പറ്റുന്ന ഒരാൾ വരട്ടെ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. പക്ഷെ അത് വിചാരിച്ച എൻ്റെ മൈൻഡ് ഇത്രയൊക്കെ കല്ലാന്നൊന്നും നീ അങ്ങ് പറഞ്ഞേക്കരുത്. ഞാനൊന്നും പറഞ്ഞില്ലേ. വാ, കേക്ക് റെഡിയാണെന്നാ തോന്നുന്നു, നമുക്കവിടെ പോയി ഇരിക്കാം. സർ, യുവർ കേക്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി, സോ യു മേ സിറ്റ് നൗ. ഞാനതെടുത്ത് കൊണ്ടുവരാം. ഓക്കെ. അല്ലടോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ താൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? വേറെ ആരുമില്ലേ? നിങ്ങളുടെ ഈ കഫേയൊക്കെ വെൽ സെറ്റിലായി കിടക്കുകയാണല്ലോ. സോ നിങ്ങൾക്കൊരു 2-3 ഡെലിവറി ചെയ്യാൻ 2-3 ആളുകളോടെ വെച്ചൂടെ? ബട്ട് സർ, ഞങ്ങൾക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ലെന്ന്. ഈ കഫേ നടത്തുന്നത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ്. സോ നമുക്ക് എന്തോ താല്പര്യമില്ല. ഓ, ഓക്കെ സർ. വാവ്, ഇറ്റ്സ് ലുക്ക് സോ ഗുഡ്. നല്ല രസമുണ്ട് കാണാൻ. ബാക്കി നിങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട്. ഓക്കെ, ദെൻ it's delicious, yeah. I think it's definitely right, yeah. Karanam, the smell of this cake, the taste of this cake, it makes my heart melt. Already nee oru strawberry lover, that's why idupollൊരു കേക്കും കൂടി ആകുമ്പോൾ, yeah, I think it's not Twinkle strawberry red cheesy, it's Twinkle special strawberry red cheesy. And delicious means delicious. Sir, കേക്ക് എങ്ങനെയുണ്ട്? I'm speechless, you know. കേക്ക് ആണെങ്കിലും ഷേക്ക് ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇതെങ്ങനെ പറയണമെന്നറിയത്തില്ല. ഐ ലൈക്ക്, നമുക്കത് വായിൽ വെക്കുമ്പോൾ തന്നെ ലൈക്ക് ഒരു എന്തോ ഒരു അഡിക്റ്റ് ഫീൽ ചെയ്യുന്നു എനിക്ക് ഈ കേക്ക് കഴിച്ചപ്പോൾ. ഓഹോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ കേക്ക് ആരാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരുമോ? ഓ, അത് അറ്റ്ലീസ്റ്റ് ഇത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആളെ ഒന്ന് കാണിച്ചു തന്നാലും മതി. അതെനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ചോദിക്കും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ തോട്ട് വായിച്ച് വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത്. സോ കം വിത്ത് മീ, ഐ വിൽ ഷോ യു സംതിങ്. ഓക്കെ. പിന്നൊരു കാര്യം, ആളെ ഇവിടെ നിന്നും നോക്കി കണ്ടാൽ മാത്രം മതി. കാരണം ആള് ഇത് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ആര് പോയി ശല്യം ചെയ്യുന്നതും പറ്റത്തില്ല. സോ എന്തൊക്കെ ചെയ്തു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെ നിന്ന് കണ്ടാൽ മതി. അങ്ങോട്ട് പോവാനോ ആളെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാനോ നിൽക്കണ്ട. ചിലപ്പം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ഗൈസ്. ഓ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇവിടുന്ന് നോക്കിക്കോളാം. ഓ, ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ലുക്ക് ദാറ്റ് ഗേൾ.
വാട്ട്സ് നത്തിങ്. എനിവേ ഷീ ഈസ് ട്വിങ്കിൾ. What the heck? Isn't really Twinkle? അവളാണ് ട്വിങ്കിൾ, ആ കേക്ക് ഉണ്ടാക്കുന്ന. അതുപോലെ തന്നെ ഷീ ഈസ് എ സ്ട്രോബെറി അഡിക്റ്റ്, യു നോ. സോ അവളുടെ മനസ്സ് തോന്നിയൊരു ബുദ്ധിയാണ് ഇങ്ങനെ ഒരു കഫേ തുടങ്ങണം എന്നൊക്കെ. പിന്നെ ആ കോട്ട് അതവൾ സ്വന്തമായിട്ട് അവളുടെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതിയതാ. സോ യു മീൻ ഷീ ഈസ് ഇൻ ലവ്? ഹേയ്, നോട്ട് അറ്റ് ഓൾ. ആള് റിലേഷനിലൊന്നുമല്ല. ഷീ ജസ്റ്റ് ലൈക്ക്, എങ്ങനെയാ പറഞ്ഞുതരാ, ഷീ ജസ്റ്റ് റൊമാൻറ്റിസൈസ് ഹെർ ലൈഫ്. ഓ, ലൈക്ക് നമ്മൾ ഈ ലവ് യുവർ സെൽഫ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അവൾക്ക് അവളുടെ ചുറ്റുവട്ടം അതുപോലെ കോസിയായിട്ട് ഈസ്തെറ്റിക്കായിട്ട് ലൈക്ക് അങ്ങനെ കൊണ്ട് നടക്കാനും ഒരാളുടെ ഹാപ്പിനെസ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഈ കേക്കിൻ്റെതും. അതുപോലെ അവളുടെ മനസ്സിൽ നിന്ന് വന്നൊരു കോട്ടാണതും. സോ അത് രണ്ടും ജസ്റ്റ് ഒരു ബാലൻസിങ് ഉള്ള പോലെ എനിക്ക് തോന്നി. സോ ഐ സജസ്റ്റഡ് ഹെർ ടു സ്റ്റിക്ക് ദാറ്റ് തോട്ട് ഇൻ ദർ. പിന്നെ ആ കേക്കിൻ്റെ റെസിപ്പി ഇവിടെ ട്രൈ ചെയ്യാമെന്നും അങ്ങനെ ഞങ്ങൾ അതിവിടെ ചെയ്തു. ക്യുക്ക്ലി അത് വർക്കായി. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സാണോ? നോ, ഷീസ് മൈ സിസ്റ്റർ. ഓ, ഓക്കേ. സോ quite interesting. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, ഇത്രയും കാലമായിട്ട് ഒരാൾക്കും പിടിച്ചു കുലുക്കാൻ പറ്റാതെ എൻ്റെ മനസ്സിന് പിടിച്ചു കുലുക്കുന്ന പോലെ ഒരു ചോദ്യചിഹ്നമായിട്ട് ആ ചിങ്കിൾ വരുമെന്ന്. കാരണം ജസ്റ്റ് ഒരു കേക്ക് കഴിക്കാൻ വേണ്ടി ഒരു കഫേയിൽ കയറി അവിടുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴുള്ളൊരു പരിചയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇത്രയ്ക്കും ക്വസ്റ്റ്യൻ ആയപ്പോൾ ഞാനെന്നുള്ളത് ഞാൻ പോലും ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ദ ഫസ്റ്റ് ഡേ ഐ മെറ്റ് ഹർ, ജസ്റ്റ് ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ, അവളെന്നെ കണ്ടിട്ടില്ല. ബട്ട് സംതിങ് ഷീ ഫെൽസ് ഇൻ മൈ ഹാർട്ട്. ചില ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ക്രൗഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അതിനുള്ളൊരു പ്രോപ്പർ ആൻസർ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത് വൺ ഡേ എനിക്ക് അതിനുള്ള എല്ലാ ആൻസറും കിട്ടും. അതർവൈസ് ചിലപ്പം ഷീ ജസ്റ്റ് ഗിവ് മി ദ ആൻസർ എന്നാണ്. വാവ്, എൻ്റെ കടവുളെ. എന്നിട്ട് എന്തായി? എന്നിട്ട് ബാക്കി പറ സാർ. ബാക്കി പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളിൽ ഞാൻ എന്നും ആ കഫേ പോവായിരുന്നു, ആ കേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട്. കൂട്ടത്തിൽ ആളെ വന്നിട്ട് കാണാനും. കനിയാണെന്നിഷ്ടം അത് തേടാനെത്തും ഒരു മണിക്കിനാട്ടിലെന്നാലും മഴകില്ലെന്നാലും നുണയല്ലെന്നെന്നും ഇനി ഇവന്റെ പെണ്ണൊരുത്തിരിയോ ചെന്നക പോകിതളല്ല. പക്ഷേ അന്നൊന്നും ഞാനെന്നൊരാൾ അവിടെ വന്നിട്ടുണ്ടെന്ന് അവൾ കണ്ടിട്ട് പോലുമില്ല. പതിയെ ഞാൻ അവളുടെ അനിയനായിട്ട് കമ്പനിയായി. ഏബിൾ, ഒരു പാവം ആള്. ട്വിങ്കിളിനെ പോലെ ഭയങ്കര ഒന്നുമില്ല, എന്നാലും കാര്യത്തിന് മാത്രം സംസാരിക്കും. ഒരു കാം ആൻഡ് ക്വൈറ്റ് പേഴ്സണാലിറ്റി. ബട്ട് അവൻ്റെ ഫേസ് എപ്പോഴും ഭയങ്കര ക്യൂട്ടായിരുന്നു, സെയിം ആസ് ലൈക്ക് അവർ ട്വിങ്കിൾ. അങ്ങനെ ഞങ്ങളില്ലേ അവിടേക്ക് പോയോണ്ടിരിക്കുമ്പോഴായിരുന്നു, ഏബിളെ നീ അവിടെ എന്ത് കാട്ടാ, ഒന്നിവിടെ വന്നേ. ഓ, ട്വിങ്കിൾ ഈസ് കോളിംഗ്. എഹാൻ, ഞാനിപ്പോൾ വരാവേ, വെയിറ്റ്. ഓക്കെ. എടാ, നീ ഇത് എന്തിനുള്ള ഉറപ്പാടാ? ഞാനെന്നാ ചെയ്ത്? നീ ഇത് എന്നോ ഇവിടെ വരുന്നുണ്ട്, എന്നാൽ അവളെ കാണാൻ ഒരു പൂട്ടി സമ്മതിക്കുന്നില്ല. അവനോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അവളുണ്ടാക്കുന്ന കേക്ക് കഴിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ എവിടെ വരെ ആവും? അതൊക്കെ ആയിക്കോളും, നീ വല്ല ടെൻഷൻ ആവണ്ട. എഹാൻ, നീ വന്നോ?
ഞങ്ങൾക്കൊരു 3 കസ്റ്റമേഴ്സ് ഉണ്ട്. ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതും ഡെലിവറി ചെയ്ത് കൊടുക്കണം. ഒക്കത്തിന് ഞാൻ തന്നെ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ പോവാം. താൻ ടിങ്കിളിനെ കാണുന്നില്ല? ഇത്രയും കാലമായിട്ട് അവളെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇനി ഇന്നും കാണണ്ട. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ടവരാണെങ്കിൽ ഡെസ്റ്റിനി നമ്മളെ കാണിക്കുന്നല്ലേ പറയാ. അത്രയേ ഉള്ളൂ. എന്നാൽ ഓക്കെ, പിന്നെ കാണാം. ബൈ ബൈ. ഡെസ്റ്റിനി അവരെ കണ്ടുമുട്ടിക്കുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം.